ഇന്ന് നമ്മളൊരു ബീഫ് കറി വെക്കുന്ന വീഡിയോ ഉണ്ടാ ചെയ്യാൻ പോണത്. ഈ ബീഫ് കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത. അടുക്കളയിൽ കയറി ഇതുവരെ ഒരു പപ്പടം പോലും വറക്കാത്ത ഞാനാണ് ഈ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് തനിച്ചല്ല ഞാൻ വെക്കുന്നത്, പച്ചക്കായിട്ടാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി നന്നാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബീഫിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ബാക്കി അരിഞ്ഞു വെച്ച എല്ലാ ഐറ്റംസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചാലട്ടാ. ഇതെൻ്റെ ഭാര്യ വെക്കുന്നത് കണ്ടൊരു പരിചയം മാത്രം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെയാവുമെന്ന് കണ്ടറിയണം. അപ്പോൾ അതിലോട്ട് ഞാൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള നെയ്യെല്ലാം പുറത്ത് വരാതിരിക്കാനാണെന്നാണ് ഭാര്യ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അങ്ങനെ സ്റ്റവ് കത്തിച്ചിട്ട് അതിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വറുത്തരക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള തേങ്ങയെല്ലാം ചിരണ്ടി ഞാൻ ചട്ടിയിലിട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് തേങ്ങ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ തേങ്ങ നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്. അങ്ങനെ തേങ്ങയിലോട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടി ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഉഷാർ. അതിനിടയ്ക്ക് മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ചങ്ക് പടയണ ഒരു സീനാണ് കേട്ടോ. 4 വർഷമായിട്ടുള്ള വീട് പണിതിട്ട് കണ്ടില്ലേ, എവിടെയോ ഒരു ലീക്ക് കാണുന്നുണ്ട്. അടുത്ത് നമുക്ക് സവാള വാട്ടിയെടുക്കാം. അരിഞ്ഞ സവാള എല്ലാം ഉരുളിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം. ഇതിലോട്ട് ഉപ്പിടുന്നത് പെട്ടെന്ന് സവാള വാടിക്കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട കേട്ടോ. ഞാനിങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിന്നിട്ട് പറ്റാഞ്ഞിട്ടാണ്. ഓടി കിടന്ന് പണിയെടുക്കണ പോലെ അല്ല അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. നടു നല്ല വേദന എടുക്കും. അമ്മമാരും ഭാര്യമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. കഷ്ടപ്പെട്ട് കറി വെച്ചുകൊണ്ടിരുമ്പോൾ ഇത് കൊള്ളൂല അത് കൊള്ളൂല എന്ന് പറയുന്ന എല്ലാ മക്കളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത തേങ്ങ മിക്സിയിലിട്ട് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം നമുക്കത്. അങ്ങനെ അത് കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ സവാള അത്യാവശ്യം വാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, സവാളക്ക് വാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അരപ്പെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫ് നമ്മൾ ഉരുളിയിലോട്ട് തട്ടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കുക്കറിലെ ബീഫ് ഉരുളിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു കറി ആവുന്നതിനാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നുന്നില്ല. എങ്കിലും നമ്മൾ വറുത്തരച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്കൊന്നും മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കായം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോണേ കേട്ടോ. നല്ല ചോക്ലേറ്റ് കളറിൽ ഈ അരപ്പെല്ലാം ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് ബീഫ് കറി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ ബീഫിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വെക്കുന്നുണ്ടെങ്കിൽ വറുത്തരച്ച് തന്നെ വെക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചക്കായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചിട്ട് മൂടിയൊന്ന് വെക്കാം, നല്ലപോലെ തിളക്കട്ടെ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് എൻ്റെ ബീഫ് കറിനെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പെടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിലോട് ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് മൂടി വെക്കാം. അങ്ങനെ എൻ്റെ ബീഫ് കറി റെഡി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബീഫ് കറി കൊണ്ട് അച്ഛന് കൊടുക്കാം. അച്ഛൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് എൻ്റെ വീട്, ഇത് കാണുന്നത് തറവാട്, തൊട്ടടുത്താണ് എൻ്റെ വീട്. അങ്ങനെ നമ്മൾ അച്ഛനെ കൊണ്ട് കൊടുത്ത് അച്ഛനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അച്ഛൻ എന്ത് പറയുമെന്ന് നോക്കാമല്ലോ. ഞങ്ങൾ വീട്ടിൽ എന്ത് ചിക്കനായാലും ബീഫായാലും വെച്ച് കഴിഞ്ഞാൽ ആദ്യം അച്ഛൻ കൊണ്ടേ കൊടുക്കും. അതിന് ശേഷമുണ്ട് ഞങ്ങൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നും അച്ഛൻ തന്നെ ആദ്യം കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ. അച്ഛൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം കേട്ടോ. മകനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ചൂടാണെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ അതെടുത്ത് കഴിക്കാൻ ശ്രമിച്ചത്. കഴിച്ചിട്ടുള്ള അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ട. ഇനിയിപ്പോൾ ഞാനുണ്ടാക്കി ബീഫ് കറി കൊള്ളൂല്ലെങ്കിലും അച്ഛന്മാരൊരിക്കലും മക്കളെ കുറ്റം പറയൂല. അങ്ങനെ അച്ഛൻ്റെ എക്സ്പ്രഷൻ കണ്ട് ഹാപ്പിയായി ഞങ്ങളും അങ്ങനെ ചോറെടുത്തിട്ട് ആ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു പോരേട്ടാ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പറയാം.